പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർക്കറ്റ്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു. കോൺടാക്ട് 6238551902 9496348212. വടക്കാഞ്ചേരി നഗരസഭയിലെ സീനിയർ ക്ലർക്കായ കെ എ നസീം, മുണ്ടത്തിക്കോട് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ JHI ബാബു PG എന്നിവർക്ക് വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. അല്ലെ, നമ്മുടെ നഗരസഭയിൽ നേരിട്ട് നഗരസഭയ്ക്ക് പ്രാപ്തിയായി എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇവർക്ക് ആവശ്യമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ നഗരസഭയെ കൊടുക്കുക. അതൊരു പ്രാപ്തിയാണ്. എല്ലാവരും വടക്കാഞ്ചേരിക്ക് മതി. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി നമ്മുടെ HS, അതോടൊപ്പം തന്നെ നമ്മുടെ റവന്യൂ, RI ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഘട്ടത്തിലേക്ക് വരികയാണ്. ഒരു പ്രാപ്തിയൊന്നും മുമ്പുണ്ടായിരുന്നില്ല. അസാധുക പ്രാപ്തിയായി വരേണ്ട ലക്ഷണമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. ആദ്യഘട്ടത്തില് നമ്മുടെ നഗരസഭ രൂപീകരിക്കുന്ന ഘട്ടത്തില് വലിയ കഷ്ടതയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അതിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കൊക്കെ തന്നെ ഏകദേശം 90% വരുന്ന ടാക്സ് നമുക്ക് പിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുകയാണ്. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുകയാണ്. നമ്മുടെ പ്ലാൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടായിട്ടുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി LSTയുടെ കുഴപ്പത്തിന്റെ ഭാഗമായിട്ടല്ല, അവിടുത്തെ കുഴപ്പമല്ലേ, ടാക്സിന്റെ കുഴപ്പമില്ല, സാങ്കേതികത്വം നമുക്ക് TSഉം പ്രൈസും ആണ്. എന്തായിരുന്നാലും പൊതുവായി നമ്മുടെ നഗരസഭയ്ക്കകത്ത് നല്ല ഇതുപോലെ സഞ്ചരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള റോഡുകൾ നമുക്കിപ്പോ ഏകദേശം ഒരു മുഴുവനൊന്നും ആയിട്ടില്ല. എന്നിരുന്നാലും 90% ആക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ 2 പേർക്കും യാത്രയയപ്പ് നൽകി. പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. PCB ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.